ഹായ് ഗൈസ്, എൻ്റെ പേര് കിരൺ പ്രസാദ്. ഞാനൊരു ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ഇന്ന് വന്നിരിക്കുന്നത് ACC എന്നൊരു കോഴ്സിനെ പറ്റി പറയാനാണ്. ഗ്ലോബൽ CA എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 180+ കൺട്രീസിൽ ഇതിന് അക്സെപ്റ്റൻസ് ഉണ്ട്. റെക്കഗ്നൈസ്ഡ് കോഴ്സാണ്. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ CAയും UK CAയുമായിട്ട് വ്യത്യാസമൊന്നുമില്ല. ബിക്കോസ് ഞാനത് KPMGയിൽ കണ്ടിട്ടുണ്ട്. എൻ്റെ ടീമിൽ തന്നെ ACCs ഉണ്ടായിരുന്നു, എൻ്റെ സീനിയേഴ്സ് ഉണ്ടായിരുന്നു, മാനേജേഴ്സ് ഉണ്ടായിരുന്നു. സോ until and unless you want to practice in India as a chartered accountant, ACC is also fine. നമ്മൾ ACCൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഓരോ പേപ്പറായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. പഠിച്ച് ഓരോ പേപ്പർ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നുമ്പോൾ ക്വാർട്ടർലി എക്സാം ഉണ്ട്. വർഷത്തിൽ 4 പരീക്ഷകളുണ്ടാവും. 4 പരീക്ഷ എന്ന് വെച്ചാൽ 4 വിൻഡോ ഉണ്ടാവും. അപ്പം ആ ഓരോ വിൻഡോയിൽ നമുക്ക് എക്സാമിന് അറ്റൻഡ് ചെയ്യാം. ഡൗൺ സൈഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സിൻ്റെ കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയമെടുക്കും, എത്ര കാശ് ടോട്ടൽ ചിലവാകും നമ്മുടെ കയ്യിൽ നിന്ന്, കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഏതൊക്കെ ജോലി സാധ്യതകളാണുള്ളത്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം ACC എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻ്റ് ആണ്. ഗ്ലോബൽ റെക്കഗ്നിഷൻ ഉണ്ട്. പിന്നീട് BCom കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിന് 3 to 4 പേപ്പേഴ്സ് എക്സംഷൻ ഉണ്ട്. അത് ലൈക്ക് നോർമൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BCom ചെയ്യുന്ന ആൾക്ക് ബിസിനസ് ടെക്നോളജി, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, സംടൈംസ് ലോ, ഇത്രയും പേപ്പേഴ്സാണ് എക്സംഷൻ ഉണ്ടാവുക. പിന്നീട് ചില സ്പെസിഫിക് കേസസ് ഉണ്ടാവും. അതായത് ACCAയുമായിട്ട് അക്രഡിറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് കാണും. അവരുടെ സിലബസ്, BComൻ്റെ സിലബസ് ACCയുമായിട്ട് അലൈൻഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ 9 പേപ്പേഴ്സ് വരെ എക്സംഷൻ കൊടുക്കുന്നുണ്ടാവും. പക്ഷേ ഇത് റെക്കമെൻഡഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ലാന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് നമ്മൾ BComന് എല്ലാ വർഷവും എല്ലാവരും പാസ്സായി പോകുന്നതായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. അതായത് അത്യാവശ്യം പഠിക്കുന്നുണ്ടെങ്കിൽ BCom നമ്മൾ ഫെയിൽ ആവാറില്ല. പക്ഷേ ACCA ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനാണ്. ഇതിൻ്റെ പാസ് പെർസെൻറ്റേജ് നോക്കിയാൽ 40 to 50% ആണ്. അപ്പോൾ ഒരു ഫിൽറ്ററിങ് നടക്കാതാണ് നമ്മൾ ഈ 9 പേപ്പർ എക്സംഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ ലെവലിലേക്ക് നമ്മൾ എത്തുന്നത്. അതായത് 13 പേപ്പർ ഉള്ളതിൽ 9 പേപ്പർ എക്സംഷൻ മേടിച്ച് ബാക്കി അവസാനത്തെ 4 പേപ്പർ എഴുതാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്ട്രഗിൾ ചെയ്യും. നമ്മൾ അവിടെ നിന്ന് കൂടുതൽ കാശും സമയവും ചിലവാകാൻ സാധ്യതയുണ്ട്. എക്സാം സ്ട്രക്ചർ നോക്കിയാൽ അപ്ലൈഡ് നോളജ് ലെവൽ, അപ്ലൈഡ് സ്കിൽസ് ലെവൽ, സ്ട്രാറ്റജിക് പ്രൊഫഷണൽ ലെവൽ, ഇങ്ങനെ 3 ലെവലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. സാധാരണ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BCom പഠിച്ച് എക്സംഷൻ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈഡ് നോളജ് ലെവലിലെ 3 പേപ്പറും അപ്ലൈഡ് സ്കിൽസ് ലെവലിലെ കോർപ്പറേറ്റ് ആൻഡ് ബിസിനസ് ലോ എന്നുള്ള പേപ്പറും ആയിരിക്കും എക്സംഷൻ കിട്ടുക. അതേസമയം ആ സ്പെസിഫിക് റൂട്ട് വഴി BCom വിത്ത് ACCA എന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ എടുത്തിട്ടാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ, അതായത് BCom വിത്ത് ACCA എന്ന് പറഞ്ഞിട്ട് ഉള്ള BCom ഉണ്ട്, അത് ചെയ്തു കഴിഞ്ഞാൽ 9 പേപ്പർ വരെ എക്സംഷൻ കിട്ടും. പക്ഷേ ആ കോഴ്സിന് ഫീസും ഭയങ്കര കൂടുതലാണ്. ഈ എക്സംഷൻ 9 പേപ്പർ എക്സംഷൻ എന്ന് പറയുമ്പോൾ 9 ആണെങ്കിലും 4 ആണെങ്കിലും ഈ എക്സംഷൻ ഒരു ഫീസ് അടയ്ക്കണം. ഓരോ പേപ്പറിനും 11,000 to 14,000 രൂപ അടയ്ക്കണം. അപ്പോൾ ഇത് ട്രൂലി എക്സംപ്റ്റഡ് ആണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാര്യമാണ്. ബിക്കോസ് കാശ് എന്താണ് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നുണ്ട്. അപ്പം ആ പൈസ ഫീസായിട്ട് അടച്ചിട്ട് പരീക്ഷ എഴുതുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. നമ്മൾ നോളജ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ ക്രാക്ക് ചെയ്ത് പെട്ടെന്നൊരു ജോലിക്ക് കയറാൻ പറ്റുമോ. ഓക്കെ, അപ്പോൾ ഇതിന് എത്രത്തോളം ഫീസ് വരുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇനീഷ്യൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഒരു 9,800 രൂപയാകും. ആനുവൽ സബ്സ്ക്രിപ്ഷനായിട്ട് ഒരു 15,400 രൂപയും ആകും. കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ നോക്കിക്കഴിഞ്ഞാൽ ACCയുടെ ഒഫീഷ്യൽ ഫീസായിട്ട് 2,90,000 തൊട്ട് 3,20,000 രൂപ വരെ ചിലവ് വരും. BCom കഴിഞ്ഞ് പോകുന്നവർക്ക് ട്യൂഷൻ കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ലക്ഷം തൊട്ട് 3 ലക്ഷം രൂപ വരെ. ഇതൊരു വലിയ സ്കെയിലായില്ലേ. അതായത് നമ്മൾ തന്നെ അനലൈസ് ചെയ്ത് നോക്കണം. ചീപ്പർ ഓൾട്ടർനേറ്റീവ്, അതിൽ തന്നെ ബെസ്റ്റ് എഡ്യൂക്കേഷൻ കിട്ടുന്ന ഒരു ട്യൂട്ടറിനെ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ഡെമോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 4.5 ലക്ഷം തൊട്ട് 6 ലക്ഷം രൂപയ്ക്ക് അകത്ത് വെച്ച് നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഡ്യൂറേഷൻ നോക്കിക്കഴിഞ്ഞാൽ നോർമൽ റൂട്ട്, അതായത് +2 കഴിഞ്ഞ് ACCA പെർസ്യൂ ചെയ്യാൻ പറ്റും. അങ്ങനെ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ 3 to 4 ഇയേഴ്സ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. BCom എക്സംഷൻ റൂട്ട് വഴി പോകുന്നവരാണെന്നുണ്ടെങ്കിൽ 2 to 2.5 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കരിയർ ഓപ്പർച്യൂണിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ CAസിനും ACCAസിനും മൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സിമിലർ ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ് ഉണ്ടാവുക. ഈ ഓഡിറ്റർ, അക്കൗണ്ടന്റ്, അനലിസ്റ്റിന് ഒരു ബേസ് ലെവലിനോട് വെച്ചേക്കുന്നതാണ്. ഇത് മാത്രമല്ല ടാക്സ് റോൾസ് ഒക്കെ കിട്ടും. പക്ഷേ ഇന്ത്യൻ ടാക്സ് ഒന്നും ചെയ്യാൻ ലൈക്ക് ACCAനെ നമ്മൾ പ്രിഫർ ചെയ്യാറില്ല. ബാക്കി എല്ലാ പരിപാടികൾക്കും CAക്കും ACCAക്കും തുല്യമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസാണ് ഉണ്ടാവുക. അതായത് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് ചെയ്യുന്ന ജോലിക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസ് മാത്രമേ പറ്റുള്ളൂ. അതിന് ACCAസിനെ ഹയർ ചെയ്യാറില്ല. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കമ്പനീസിൽ ജോലിക്ക് എടുക്കുമ്പോഴെല്ലാം
അതായത് ഇന്ത്യൻ ഗവൺമെൻറ് കമ്പനികളുടെ കാര്യമൊന്നുമല്ല പറയുന്നത്, മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ കാര്യമാണ് പറയുന്നത്. അവിടെ എല്ലാം ACCSനും CS-നും തുല്യമായിട്ടാണ് കാണുന്നത്. വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ രണ്ടിനും തുല്യരായിട്ട് തന്നെയാണ് കാണുന്നത്. ACCയും CAയും തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ആണ്. സാലറി നോക്കിക്കഴിഞ്ഞാൽ എൻട്രി ലെവൽ ഇന്ത്യയിൽ കിട്ടുന്നത് 5 to 8 lakhs per annum ആണ്. UAE-ലാണെന്നുണ്ടെങ്കിൽ 5,000 to 10,000 dirhams ആണ്. മിഡ് ലെവൽ ആകുമ്പോഴത്തേക്ക്, അതായത് 2 to 5 years എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 8 lakhs to 15 lakhs per annum ആണ് ഇന്ത്യയിൽ കിട്ടുക. UAE-ലാണെന്നുണ്ടെങ്കിൽ അത് 10,000 to 25,000 dirham per month ആണ്. സീനിയർ ലെവലായി കഴിയുമ്പോഴത്തേക്ക് 25 lakhs to 40 lakhs, അതിൽ കൂടുതലും സാലറീസ് ഇന്ത്യയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നീട് UAE-ലാണെന്നുണ്ടെങ്കിൽ 25,000 to 45,000 dirhams per month ആണ് കിട്ടുക. പിന്നെ എപ്പോഴും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഗ്ലോബൽ കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ കിട്ടുന്ന സാലറി ആയിരിക്കണമെന്നില്ല വിദേശത്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഒരു സിറ്റിയിൽ കിട്ടുന്ന സാലറി ആയിരിക്കണമെന്നില്ല വേറൊരു സിറ്റിയിൽ കിട്ടുന്നത്. ഇത് എല്ലാ കോഴ്സിനും, എല്ലാ ഗ്ലോബൽ കോഴ്സസിനും ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു കോഴ്സ് നിങ്ങൾ ചെയ്യണോ വേണ്ടതെന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. ബിക്കോസ് CA വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതായത് കോഴ്സിൻ്റെ ഫീസ് കൂടുതലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടിനും പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. അതായത് CA വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ CAക്ക് ഒരു പേപ്പർ പോയി കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ഫുള്ളുമാണ് നമ്മൾ പിന്നെ അറ്റൻഡ് ചെയ്യേണ്ടി വരിക. ഇതിൽ ഓരോ പേപ്പർ വെച്ച് നമുക്ക് പഠിച്ചിട്ട് പോയി എഴുതാൻ പറ്റും. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക. ഇത്തരം വീഡിയോകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക. ഞാൻ ഇനിയും ഇത്തരം വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.